നമസ്കാരം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. ഏകദേശം 3 കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കാനാകാത്ത വിഗ്രഹമാണ് ശബരിമല അയ്യപ്പന്റേത് എന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലകാലമാകുമ്പോൾ നിരവധി അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകാറുമുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പത്തനംതിട്ട സ്വദേശിയായ അയ്യപ്പദാസ് 16 വർഷത്തിനു ശേഷം ശബരിമലയിലെത്തി. ജീവിതത്തിൽ വില്ലനായെത്തിയ അപൂർവ രോഗം ബാധിച്ചതിനെ തുടർന്ന് നടക്കാനാവാതെ ചികിത്സയിലായിരുന്നു യുവാവ്. വർഷങ്ങൾ നീണ്ട ആഗ്രഹ സാക്ഷാത്കാരത്തിനാണ് സന്നിധാനം ഇന്ന് സാക്ഷിയായത്. ഒരാളുടെ സഹായമില്ലാതെ അയ്യപ്പദാസിന് നടക്കാനാകില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് അയ്യപ്പദാസ് 18ാം പടി കയറിയത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ശബരിമല ശാസ്താവിന്റെ മുന്നിൽ നിന്നപ്പോൾ അയ്യപ്പദാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സങ്കടവും സന്തോഷവും അടക്കാനാവാതെ വിങ്ങിപ്പൊട്ടിയ അയ്യപ്പദാസ് സന്നിധാനത്ത് നിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിപ്പിച്ചു. അമ്മ സുശീലയ്ക്കും അയ്യപ്പദാസിന് ആയുർവേദ ചികിത്സ നൽകുന്ന ഡോക്ടർമാരുടെയും സഹായത്തോടെയാണ് അയ്യപ്പദാസ് ശബരിമല ദർശനെത്തിയത്. 2009 മാലയിടാൻ തയ്യാറാകുമ്പോഴാണ് അയ്യപ്പദാസിന് സെറിബ്രൽ അറ്റാഗസിയ എന്ന അപൂർവ രോഗം പിടിപെട്ടത്. അയ്യപ്പദാസിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ചികിത്സിച്ച ഡോക്ടർ. 6 മാസത്തെ പരിചയം മാത്രമേ അയ്യപ്പദാസുമായി എനിക്കുള്ളൂവെന്നും ശബരിമലയിൽ കൊണ്ടുപോകാമെന്ന് അയ്യപ്പദാസിന് വാക്ക് കൊടുത്തിരുന്നുവെന്നും ഡോക്ടർ പ്രതികരിച്ചു. 1 മാസത്തോളം ചികിത്സിച്ചു. ഇതിനിടെയാണ് സ്ഥിരമായി ശബരിമല പോകുന്ന ആളാണ് അയ്യപ്പദാസ് എന്ന് അറിഞ്ഞത്. 18 വർഷത്തോളം മുടങ്ങാതെ മല ചവിട്ടിയ ആളാണിത്. ശബരിമലയിൽ എന്തെങ്കിലും ഡ്യൂട്ടി കിട്ടുമ്പോൾ കൊണ്ടുപോകാമെന്ന് ഞാൻ അയ്യപ്പദാസിനോട് പറഞ്ഞിരുന്നു. വളരെയധികം സന്തോഷമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. അതേസമയം അയ്യപ്പദാസിനെ പോലെ നിരവധി ഭക്തർ അയ്യനെ കാണാൻ പല പ്രതിസന്ധികളും മറികടന്ന് ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്.